ഹലോ പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക് അഗെയിൻ ടു എജ്മി. ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ പ്രിയപ്പെട്ടവരെ, ഓരോ വിഷയത്തിൻ്റെ ലൈവ് ക്ലാസ്സുകളും മറ്റൊക്കെ നമ്മുടെ ചാനലിൽ ദിനേന വന്നുകൊണ്ടിരിക്കുന്നു. ക്രാഷ് കോഴ്സ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രാഷ് കോഴ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും സാധാരണഗതിയിൽ നമുക്ക് പാസ് ഔട്ട് ആവാറുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ മലയാളം മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതിൻ്റെ താഴെയുള്ള നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിലൊക്കെ പങ്കെടുത്ത് പാസ്സാവുന്നതാണ്. അതോടൊപ്പം തന്നെ SGOU ഈ വർഷം ചേരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ ചാനൽ ലിങ്കൊക്കെ നിങ്ങളുടെ നാട്ടിലും കൂട്ടത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും ഞാൻ എടുത്തിടുകയാണ്. ഓക്കെ, വാട്ട് ഈസ് ശ്രദ്ധ ഇൻ കഥ ഉപനിഷത്ത്? കഥ ഉപനിഷത്തിൽ പറയുന്ന ശ്രദ്ധ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ശ്രദ്ധ മീൻസ് ഡീപ് ഫെയ്ത്ത്, trust and care that a student has in the words of a teacher, inspiring them to follow sincerely. കണ്ടോ, ഒരു ടീച്ചർ അല്ലേ, പിന്നെന്താ പറയുക, കണ്ഠോപനിഷത്ത് അല്ലെങ്കിൽ കഥോപനിഷത്തിലുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ വാക്കുകളും ഉപദേശങ്ങളും എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പാലിക്കുക, സിൻസിയറായിട്ട് എന്ത് ചെയ്യുക, അത് ഫോളോ ചെയ്യുക എന്ന അർത്ഥത്തിലാണെന്ത് ഇവിടെ ശ്രദ്ധ എന്ന ശ്രദ്ധിക്കുക അല്ലേ. ശ്രവണം എന്ന് പറയുന്നത് കേൾക്കുക, ശ്രദ്ധിക്കുക എന്ന അർത്ഥമല്ലേ. യെസ്, നോക്ക്, വാട്ട് ഈസ് സെൻട്രൽ തീം ഓഫ് ധമ്മപ്പട അല്ലേ. ധർമ്മപ്പടയിലെ സെൻട്രൽ തീം എന്താണെന്നുള്ളതാണ്. സെൻട്രൽ തീം എന്താ? ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അക്രമത്തിനെതിരെയുള്ള കാര്യങ്ങളാണ് അല്ലേ. അക്രമത്തിനെതിരെയുള്ള കാര്യങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ധർമ്മമായിരിക്കും. അഥവാ നല്ല കാര്യങ്ങൾ, നോൺ വയലൻസ്, അസഹിഷ്ണുത അല്ലെ, ലിവിങ് എ പീസ്ഫുൾ മോറൽ ലൈഫ് ത്രൂ കമ്പഷൻ. കണ്ടോ, കൃത്യമായി മോറൽ ലൈഫ് ഉണ്ടാവുക അല്ലെ, നല്ലതിലൂടെ, നല്ല സന്മാർഗത്തിലൂടെ ധാർമ്മിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ധർമ്മപ്പടയുടെ ഭാഗമായിട്ട് നമുക്കൊക്കെ മാറാം. ഓക്കെ, വാട്ട് ഈസ് അഗാപ്പ ഇൻ ക്രിസ്ത്യൻ തോട്ട്? ഇത് എന്തായാലും ഈ ഒരു മൂന്നിലൊരു കൺസെപ്റ്റ് എന്തായാലും എക്സാമിന് ചോദിക്കും. അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അഗാപ്പ എന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ള ഗോഡ്സ് അൺകണ്ടീഷണൽ ലോ ആണ് അല്ലേ. പറഞ്ഞിരുന്നു മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ, ദൈവത്തിന് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് അല്ലേ. അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ അങ്ങോട്ടൊരു ഉപകാരം ചെയ്തില്ലെങ്കിൽ, അങ്ങോട്ട് അക്രമം ചെയ്താൽ പോലും തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു രീതി, ഒരു പാറ്റേണിനാണ് നമ്മൾ എന്താ പറയുക, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, വാട്ട് ഈസ് കെനോസിസ് ഇൻ ക്രിസ്ത്യൻ തിയോളജി? കെനോസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്പോൾ അഗാപ്പെ ഓർത്തിരിക്കണം, കെനോസിസും ഓർത്തിരിക്കണം. ഓക്കെ, ദ സെൽഫ് എംപ്റ്റിയിങ് ഓഫ് ജീസസ് ഗിവിംഗ് അപ്പ് ഡിവൈൻ പ്രിവിലേജ് ടു സെർവ് ഹ്യൂമാനിറ്റി. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ദൈവികത്വം അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത സമയം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അവകാശങ്ങൾ മനുഷ്യരെ സേവിക്കാൻ സ്വീകരിച്ച സ്വയം ശൂന്യത എന്നൊക്കെയാണ് പറയുന്നത്. പറഞ്ഞാൽ ആകാശത്തേക്ക് ഉയർന്ന് അദ്ദേഹം ഒരു പ്രവാചകനായ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതിനാണ് കെനോസിസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻസാനിയ ഇൻ ദ ഖുർആൻ? ഖുർആനിൽ പറയുന്ന ഇൻസാനിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. മനുഷ്യത്വമായി ബന്ധപ്പെട്ട കൺസെപ്റ്റാണെന്ത് ഇൻസാനിയ എന്ന് പറയുന്നത്. അപ്പോൾ ജാതി, മതം ഇതിനൊക്കെ അതീതമായിട്ട് മനുഷ്യത്വം അല്ലെ, പരസ്പര ബഹുമാനം, അതിനാണ് ഇൻസാനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസാനിയ, കെനോസിസ്, അഗാപ്പെ, ഇതിലൊന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും മസ്റ്റ്, ഇറ്റ് വിൽ ബി ദർ, ഷുവർ. ഓക്കെ, ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഒന്ന് അവിടെ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഓക്കെ, വാട്ട് ഈസ് റഹ്മ ഇൻ ഇസ്ലാം? റഹ്മ എന്ന് പറഞ്ഞാൽ കരുണ എന്നാണ്. ഇൻസാൻ മനുഷ്യൻ, റഹ്മ കരുണ. ഓക്കെ, എല്ലാ ജീവജാലങ്ങളോടും കരുണയും ദയയും കാണിക്കുക എന്നുള്ളതാണ്. മെർസി ആൻഡ് കമ്പാഷൻ ടു ഓൾ ലിവിങ് ബീയിങ്സ്. കണ്ടോ, എല്ലാത്തിനോടും സ്നേഹം ഉണ്ടാവുക. വാട്ട് ഈസ് അനുകമ്പ അക്കോർഡിംഗ് ടു ശ്രീനാരായണ ഗുരു? എന്താണ് അനുകമ്പ അല്ലെ? സിമ്പതി എന്നൊക്കെ പറയുന്നത് എന്താണ്? വൺസ് ഹാപ്പിനെസ് ഷുഡ് ബ്രിങ് ജോയ് ടു അതേഴ്സ് ടു. കണ്ടോ, മറ്റുള്ളവൻ സന്തോഷിക്കുമ്പോൾ നമുക്കും അതിൽ സന്തോഷമുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്, അനുകമ്പ എന്ന് പറയുന്നത്. സങ്കടമാകുമ്പോൾ ആ സങ്കടം നമുക്കുണ്ട്. അപ്പോൾ വൺസ് ഹാപ്പിനെസ് നമുക്ക് വരുന്ന രീതിയാണ്. വാട്ട് ഡസ് ഉബുണ്ടു ടീച്ച്? കണ്ടോ, ആഫ്രിക്കൻ ഫിലോസഫിയാണ്, നമുക്കറിയാം. ഞാൻ നിങ്ങളാൽ മാത്രമേ ഉള്ളൂ, അഥവാ ഐ ആം ബിക്കോസ് വി ആർ. ഉണ്ടാവും ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി, അഥവാ എനിക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ വേണം, സൊസൈറ്റി വേണം. മനുഷ്യനില്ലാതെ, അയൽവാസികളില്ലാതെ, സമൂഹമില്ലാതെ, കുടുംബമില്ലാതെ ലോകത്തൊരു മനുഷ്യൻ ജീവിക്കാൻ സാധ്യമല്ല എന്ന കൺസെപ്റ്റാണ്